മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പഴയ തലമുറ പഴയ പാഴ്വസ്തു പോലെ കരുതപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇന്ന്. പ്രായമായ മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനം വലിയ വേദനാജനകമായ അനുഭവമായി കൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളിലും. എന്നാൽ ചില നല്ല കുടുംബങ്ങൾ മക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമുണ്ട്. അതുപോലുള്ള ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. അത് കോഴിക്കോടിനടുത്ത് താമരശ്ശേരി രൂപതയിലെ പാറോപ്പടി സെൻറ് ആൻ്റണീസ് ഫൊറോന ഇടവകയിലെ എലവനാൽ കുടുംബമാണ്. തോമസിയേട്ടനും ത്രേസ്യാമ്മ ചേട്ടത്തി 85 വയസ്സും 82 വയസ്സുമുള്ള ഈ മാതാപിതാക്കൾ അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് 56 വർഷം. 90 വർഷങ്ങൾക്ക് മുമ്പ് പാലായിൽ നിന്ന് മലബാറിലെ കാടും മേടും നിറഞ്ഞ പ്രദേശത്തേക്ക് കുടിയേറിയ ഒരു അനുഗ്രഹീത കുടുംബം. ഇന്നത്തെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അന്നില്ല. ആശുപത്രി, പള്ളി, വഴി സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ ഒന്നുമില്ല. ആ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളോട് മല്ലടിച്ച് കഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലെത്തിയ ഒരനുഗ്രഹീത കുടുംബം. ദൈവം അവർക്ക് 3 മക്കളെ നൽകി. ഒരേ ഒരു മകൻ ബിനു, ബാക്കി 2 സഹോദരിമാരും. ഒരു പേരക്കുട്ടി തോമസ് കുട്ടി എന്ന പേരുള്ള ആ മകൻ ഇന്ന് വടവാതൂർ സെമിനാരിയിൽ 1ാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ്. താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു മകൻ. അതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ അടുക്കും ചിട്ടയും അച്ചടക്കവുമുള്ള ഒരു നല്ല പിതാവും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരമ്മയും. ഇവർക്ക് 2 പേർക്കും ദൈവം നൽകിയ 3 മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തിയ ഒരനുഭവമാണ്. ആ കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കോഴിക്കോട് മലപ്പറമ്പ് പാറോപ്പടി ഇലവനാൽ തോമസ് സാർ എന്ന് വിളിക്കപ്പെടുന്ന 85 വയസ്സുള്ള ഡോക്ടർ EC തോമസ് അപ്പൂപ്പൻ്റെയും ത്രേസ്യാമ്മ ചേച്ചി എന്ന് വിളിക്കപ്പെടുന്ന 82-കാരിയായ ത്രേസ്യാമ്മ തോമസ് എന്ന അമ്മൂമ്മയുടെയും വീട്. മലാപ്പറമ്പ് പാറോപ്പടി സെൻറ് ആൻ്റണീസ് ഫൊറോന ദേവാലയമാണ് ഇവരുടെ ഇടവകപ്പള്ളി. വളരെ ചിട്ടയോടുകൂടിയ ജീവിതക്രമങ്ങളാണ് ഈ ദമ്പതിമാർ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്നത്. അപ്പൂപ്പൻ എല്ലാ ദിവസവും വളരെ നേരത്തെ എണീറ്റ് അരമണിക്കൂർ യോഗ ചെയ്യുന്നു. അതിനുശേഷം അമ്മൂമ്മയോടൊപ്പം സ്വയം ഡ്രൈവ് ചെയ്ത് തങ്ങളുടെ ഓമിനി വാനിൽ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. നല്ല ആരോഗ്യം, പ്രായം തളർത്താത്ത ആത്മവിശ്വാസം, ആത്മീയ പക്വത, രക്ഷാകർതൃത്വ പാടവം തുടങ്ങിയവ ഈ പ്രായത്തിലും ഈ ദമ്പതിമാർക്ക് മുഖമുദ്രയാകുന്നു. അടിയുറച്ച വിശ്വാസത്തിലൂന്നിയ പ്രാർത്ഥനാ ജീവിതം ഈ ദമ്പതികളുടെ ദൈനംദിന നിഷ്ഠയിൽപ്പെട്ട കാര്യമാണ്.
കല്യാൺ രൂപതയുടെ ബിഷപ്പ് എമരിറ്റസ് മാർ തോമസ് എലവനാൽ ഈ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അഭിമന്യ പിതാവ് ഈ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറെ വാചാലനാണ്. പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എലവനാൽ കുടുംബാംഗം എന്ന നിലയിൽ എന്നോടൊപ്പം രണ്ടുപേരെയും ആദ്യമേ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ തോമച്ചൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിറ്റപ്പനാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനുജൻ്റെ മകൻ. ഇത് ഇളയമ്മ. ഇവരുടെ മകൻ പിനുവും മകൻ്റെ ഭാര്യ ജാസ്മിനും. അവർക്ക് 2 മക്കൾ. പിനുവിനോടൊപ്പം 2 സഹോദരിമാരുമുണ്ട്. ഈ കുടുംബം ഉത്തമ ക്രൈസ്തവ കുടുംബത്തിന് മാതൃകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ കുടുംബത്തിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ ജീവിതത്തിൽ കുടുംബത്തിൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ചിറ്റപ്പനും ഇളയമയും ഈ പ്രായത്തിലും അവരുടെ വിവാഹത്തിൻ്റെ 56ാം വാർഷികം ആയി. ഇവർ 2 പേരുടെയും ജന്മദിനം ജനുവരിയിലാണ്. എന്നാൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക. അങ്ങനെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. അവസാനിപ്പിക്കുന്നത് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അവർ വലിയ ദൈവാനുഗ്രഹം കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ കാണുന്നത് സ്നേഹത്തിൽ പൊലിരുന്ന ഒരു കുടുംബത്തിൻ്റെ മാതൃക. മാതാപിതാക്കളെ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മക്കളെ മരുമകളെന്നോ ഒന്നോ വ്യത്യാസമൊന്നും ഇല്ലാതെ സ്വന്തം മകളെ പോലെയും എല്ലാവരും സ്നേഹിക്കുന്ന മാതാപിതാക്കൾ. അങ്ങനെ സ്നേഹത്തിൽ പുലരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കൾ ഉത്തമ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകകളായിട്ട് വിളങ്ങുന്നു. ബിനുവിൻ്റെയും ജാസ്മിൻ്റെയും മകൻ തോമസ് അല്ലെങ്കിൽ തോമസ് കുട്ടി ദൈവവിളി സ്വീകരിച്ച് വൈദിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അധികം താമസിയാതെ ദൈവം ആഗ്രഹിച്ച് ഒരു പുരോഹിതനായി തീരും. ഇതെല്ലാം നല്ല നല്ല മാതൃകകളാണ്. ഈ അവസരത്തിൽ ചിറ്റപ്പനെയും ഇളയമയെയും അതോടൊപ്പം തന്നെ ബിനുവിനും ജാസ്മിനും ഈ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനാപൂർവ്വം ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഞാൻ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യും. മാതാപിതാക്കളോടൊപ്പമുള്ള നിമിഷങ്ങൾ ഈ മക്കൾക്കും മരുമക്കൾക്കും തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച സുവർണ നിമിഷങ്ങളായി അനുഭവപ്പെടുന്നു. മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തിന് ഉൾക്കരുത്തായി ഈ മാതാപിതാക്കളുടെ ഓരോ വാക്കും പ്രവൃത്തിയും മാറുന്നു എന്നതിന് തെളിവാണ് ഈ മുഖങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന നിറഞ്ഞ സന്തോഷം. എൻ്റെ പേര് ബിനു എന്നാണ്. ഡാഡിയുടെ മമ്മിയുടെ കൂടെയാണ് താമസിക്കുന്നത്. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ജാസ്മിൻ ബിനുവാണ്. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഒന്ന് തോമസാണ്, മംഗലം വടവാതൂർ സെമിനാരി പഠിക്കുന്നു. രണ്ടാമത്തെ മോന് കുട്ടിക്കാനം മരിയൻ കോളേജിൽ MAക്ക് പഠിക്കുന്നു. 2 സഹോദരിമാർ, ഒരാൾ ദുബായിലും ഒരാൾ കാനഡയിലും. ഡാഡി ജോലി സംബന്ധിച്ചമായി പല സ്ഥലങ്ങളിലായിരുന്നു. ഞാനും മമ്മിയും കൂടിയായിരുന്നു. പല സ്ഥലത്ത് താമസിക്കുകയും കുറ്റ്യാടിയിലായിരുന്നു ഞങ്ങളുടെ ജീവിതമായിരുന്നു. പിന്നെയും ഡാഡി റിട്ടയർ ചെയ്തപ്പോൾ ഊട്ടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് സ്ഥിരം താമസിക്കുകയും ഞാൻ കൃഷി കാര്യങ്ങളും ചാത്തൻകോട് പോവുകയും മക്കളെല്ലാം ഇവിടെ എല്ലാം പഠിച്ച് വളർന്നും ഇവിടെയായിരുന്നു. രാവിലെ 4-4:30 ആകുമ്പോൾ മമ്മിയും ഡാഡി എഴുന്നേക്കും. അവരൊരുമിച്ച് അവരുടെ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് എന്നും പള്ളിയിൽ പോകുന്ന മമ്മിയും ഡാഡിയും കണ്ടാണ് അവർ തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് വേണ്ടതെല്ലാം ഞാൻ റെഡിയാക്കി വയ്ക്കും. ഡാഡി കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ചാണ് ഡാഡി വന്നിട്ട് പള്ളിയിലെ കഴിഞ്ഞ് വന്ന് കുറച്ച് നടക്കാൻ പോവും. നടന്നു വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ച് ഭക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും. പിന്നെ ഡാഡിയും മമ്മിയും ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും വലുത് ഡാഡിയുടെ പ്രോത്സാഹനം. എപ്പോഴും മമ്മിയെ എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിച്ചു ഒക്കെ ഇരിക്കും. അതൊരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. മമ്മിയാണെങ്കിലും ഡാഡിയാണെങ്കിലും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖത്തിലും ദുഃഖത്തിലും എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് പോകുന്ന
ഒരിതാണ് ഞാൻ കണ്ടേക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ആ ജൂബിലി വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ 25 വർഷത്തിൽ മമ്മി എന്നെ ഒരു മരുമകളായിട്ടല്ല കണ്ടത്, ശരിക്കും മോളെ പോലെ മമ്മി എല്ലാ കാര്യങ്ങളും ഒരു ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് മമ്മി എന്നോട് പെരുമാറുന്നതും. ഞാൻ അതേപോലെ തന്നെയാണ് മമ്മിയെ, എൻ്റെ അമ്മയെ കാണുന്നതിൽ പോലെ തന്നെ എൻ്റെ മമ്മീനെ ഞാൻ കാണുന്നു. ഞാൻ ബിന്ദു ടോണി, ഡാഡിയുടെയും മമ്മിയുടെയും രണ്ടാമത്തെ മകളാണ്. ഞങ്ങൾ UAE സെറ്റിൽഡാണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ഞാൻ മൂത്ത ആള് ആർച്ച ടോണി, ഇപ്പം രാജഗിരിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോന് MS ചെയ്യുന്നു, സ്കോട്ട്ലൻഡിൽ നിന്ന്. ഇപ്പം ഞങ്ങളുടെ തന്നെ ജോർജ് ജോസഫ് ടോണി ഇപ്പം ഞങ്ങളുടെ തന്നെ ബിസിനസ്സിൽ സജീവമായിട്ട് ഉണ്ട്. പിന്നെ എനിക്കൊരു 3ാമത് മോളാണ് ആര്യ ട്രീസ ടോണി, BBA LLBക്ക് സെൻറ്റ് ജോസഫ് കോളേജ് ബാംഗ്ലൂർ പഠിക്കുന്നു. ഡാഡിനെ പറയുവാണെങ്കിൽ, ഡാഡി ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ സമയം വരെ കറക്റ്റ് 8 എന്നുള്ള സമയം ഉണ്ടെങ്കിൽ അവിടെ കുരിശ് വരയ്ക്കും. ആ ഒരു അവരുടെ പ്രാർത്ഥന കണ്ടിട്ട് ആണ് ഞങ്ങളും കൂടുതൽ ആ പ്രാർത്ഥന ജീവിതത്തിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അവരെ മാതൃകയാക്കേണ്ടതാണ് അവരുടെ പരസ്പര സ്നേഹം. ഞാനിതുവരെ കണ്ടിട്ടില്ല മമ്മിയോട് ദേഷ്യപ്പെടുന്ന ഡാഡി ഇങ്ങനെ, വളരെ അപൂർവം, ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഇല്ല. ഡാഡിയും മമ്മിയും തമ്മിലുള്ള ആ ബന്ധം ഞാൻ പല ഫാമിലിയിലും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു അടുപ്പമുള്ള ബന്ധം ഞാൻ കണ്ടിട്ടില്ല. പല വീടുകളിൽ പോയിട്ടുണ്ട് ഉണ്ടെങ്കിലും അപ്രീഷിയേറ്റ് ഡാഡിയും മമ്മിയും. ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്ന, ഞങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ദാമ്പത്യ ജീവിതമാണ്. എന്തായാലും ഡാഡിയും മമ്മി, താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ്. ഞാൻ മമ്മിയുടെയും ഡാഡിയുടെയും ഇളയ മോള് ബിനിത. ഞാൻ കാനഡയിലാണ്. എനിക്ക് 3 ആൺപിള്ളേര്. എന്നെ കല്യാണം കഴിച്ചേക്കുന്നത് ഐപ്പം പറമ്പിക്കുന്നേര്. ഇതെന്റെ ഹസ്ബൻഡ് ബിനു തോമസ്. ഡാഡിയെ പറ്റി പറയാം, ഡാഡി സിമ്പിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. ഡാഡിയെ പറ്റി പറയുകയാണെങ്കിൽ, ഡാഡി ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി സ്വയം എത്രമേൽ ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബോർഡിങ്ങിലാണ് നിന്നിരുന്നത് കോട്ടയത്ത്. അന്നേരം എനിക്ക് അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് ഹോം സിക്നസ് വന്നു. അങ്ങനെ അപ്പോൾ ഡാഡി കോട്ടയത്ത് വന്ന് വീടെടുത്ത്, ഡാഡി ഇന്ന് മൂലമറ്റത്താണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഡാഡി മൂലമറ്റത്തു നിന്ന് കോട്ടയത്തേക്ക് എല്ലാ ദിവസവും ബസ്സിൽ വന്നു എനിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതിന് ഡാഡിയോട് പ്രത്യേകം താങ്ക് യു. മമ്മിയെ പറ്റി പറയണം, മമ്മി പോസിറ്റീവ് തിങ്കിങ് ആണ്. എപ്പോഴും എല്ലാ കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് കാണണം, ദൈവത്തിലെല്ലാം സമർപ്പിക്കണം, പിള്ളേരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മമ്മി ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. മമ്മിയെ പറ്റി പറയുകയാണെങ്കിൽ, മമ്മി രുചികരമായി ഭക്ഷണം ഉണ്ടാക്കും. അപ്പൊ ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാലും വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാലും ഒരേ രുചിയായിരിക്കും. അതിന്റെ സീക്രട്ട് എനിക്ക് തോന്നുന്നു മമ്മിക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അതുപോലെ തന്നെ മമ്മി കുടുംബത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടാൻ തയ്യാറുള്ള വ്യക്തിയാണ്. ഡാഡിക്കും മമ്മിക്കും ഇതുപോലെ ആരോഗ്യത്തോടെയും സ്നേഹത്തോടെയും ദീർഘകാലം കഴിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡാഡിക്കും മമ്മിക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഈശോ മറിയം ഔസേപ്പേ ഈ വീടിനു തുണയാകണേ. കൊച്ചുമക്കൾക്ക് മാർഗദർശനം നൽകുന്ന കാര്യത്തിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ബദ്ധശ്രദ്ധരാണ്. ഉത്തമ സൗഹൃദത്തിന്റെ ആഴമേറിയ ഇഴയെടുപ്പം. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പമുള്ള നിമിഷങ്ങൾ കൊച്ചുമക്കൾ തങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് തൊട്ടറിയുന്നു. ഇവരുടെ വാക്കുകൾ അതിനുള്ള നേർസാക്ഷ്യമായി മാറുന്നു. സാത്താന്റെ കെണിയിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തുരക്ഷിക്കൂ. ദിവ്യകുരിശിന്റെ ശക്തിയ ഞങ്ങളുടെ വീടിനു ചുറ്റിലും രക്ഷാകവചം തീർക്കണേ. ഞങ്ങളെ നിന്റേതാക്കണേ. ഈശോ മറിയം ഔസേപ്പേ ഈ വീടിനു തുണയാകണേ. എൻ്റെ പേര് ബ്രദർ തോമസ് എലവനാല്. ഞാൻ താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് സെൻറ് തോമസ് അപ്പസ്തോലിക് സെമിനാരി വടവാതൂരിൽ ഫസ്റ്റ് ഇയർ തിയോളജി പഠിക്കുകയാണ്. എനിക്ക് എൻ്റെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ജനിച്ചും വളർന്നതും ഈ ഭവനത്തിലാണ്, വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കൂടെ. അന്ന് മുതൽ കാണുന്ന, പ്രത്യേകിച്ച് എൻ്റെ ദൈവവിളിയായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
ഇവരുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം, ഇവരുടെ രണ്ടുപേരുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം എന്നെ വളരെയേറെ സ്പർശിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞുനാളിൽ ഞാൻ ദേവാലയത്തിലേക്ക്, പള്ളിയിലേക്ക് പോകുന്നത് ഇവരുടെ കൂടെയായിരുന്നു, വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെയും കൂടെയായിരുന്നു. ഇട ദിവസങ്ങളിലും പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലും ഒക്കെ ഞാൻ പോകുന്നത് വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെ കൂടെയായിരുന്നു, രാവിലെ നടന്നു പോകുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവവിളിക്ക് ഒരു അടിസ്ഥാനമിട്ട ഒരു ഘടകമാണെന്ന് എനിക്ക് പറയാൻ എപ്പോഴും സന്തോഷമുണ്ട്. പിന്നെ വല്യമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പം എപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാനും നമ്മുടെ എന്ത് ബുദ്ധിമുട്ടോ വിഷമോ ഒക്കെ പറയാനും പങ്കുവെക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു വല്യമ്മച്ചി. ഞാൻ പണ്ട് തൊട്ട് മനസ്സിലാക്കുന്ന വേറൊരു സത്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ആര് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇവിടെ നമ്മളെ സഹായിക്കുന്ന പണിക്കാരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ എപ്പോഴും അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അതെല്ലാം അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തിയ ശേഷമാണ് വല്യമ്മച്ചിയൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു ശീലം, അല്ലെ ആ ഒരു പുണ്യം ഒക്കെ വല്യമ്മച്ചിയുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. എൻ്റെ പേര് ബേവിൻ മാർട്ടിൻ തോമസ്. ഞാൻ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് CS 3rd ഇയർ പഠിക്കുന്നു. മമ്മിയും ഡാഡീനെ പറ്റി പറയാൻ ഇതിൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. ഞാൻ കാനഡയിലാണ് ശരിക്കും ജനിച്ചത്, വളർന്ന്. പക്ഷേ എൻ്റെ പാരൻസ് എല്ലാം കൊല്ലം നാട്ടിലേക്ക് എന്നെ വിടുമായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയാൻ ഈ ഫാമിലി, ഡാഡി, മമ്മി, എൻ്റെ കസിൻസ്, അങ്കിൾസ്, ആൻറ്റീസ്, ജാസ്മി ആൻറ്റി, ബിനു അങ്കിൾ, അവരെല്ലാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഡാഡിയും മമ്മിയാണ് എന്നെ മലയാളമൊക്കെ പഠിപ്പിച്ചത്, എന്നെ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചത്. എൻ്റെ ഓർമ്മ തൊട്ട് ഞാൻ എപ്പോഴും ഇവരെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ ചുണ്ടും പയറും മമ്മി ഉണ്ടാക്കിയത് ഞാൻ കഴിക്കുമായിരുന്നു. ബീഫ് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു, നല്ല ഭക്ഷണം തരുമായിരുന്നു. പിന്നെന്താ, ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഡാഡിയുടെ കൂടെയൊക്കെയാണ് ഞാൻ ഇരുന്നത്. ഡാഡിയൊക്കെയാണ് പള്ളി എന്നെ ആദ്യമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ മമ്മിയൊക്കെയാണ് എന്നെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചത്. ഡാഡീനെയും മമ്മീനെയും എനിക്ക് നോക്കി കാണുമ്പം ഡാഡീനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. ഡാഡി എന്ന് പറയുമ്പം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ വല്യപ്പച്ചൻ ഡാഡി. അപ്പം ഡാഡീനെ കാണുമ്പം ഡാഡി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കരമായിട്ട്. ഡാഡി ഇപ്പം നമ്മളവിടെ അങ്ങനെ കൂടുതൽ സംസാരിക്കില്ല, നമ്മളവിടെ അടുത്ത് വന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരിക്കും. ഇപ്പോൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ ഏറ്റവും കോമഡി എന്താ വെച്ചാൽ ഡാഡീനെ വിളിക്കുക, ഡാഡി എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, നിനക്ക് സുഖമായിട്ടിരിക്കുന്നു, കോളേജിൽ എന്തൊക്കെയാ, ആണോ, ഓക്കെ, എന്നെങ്കിൽ വേറെ ഒന്നുമില്ലല്ലോ, ഓക്കെ, ഇത്ര ഉള്ളെങ്കിലും. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു വലിയൊരു സംഭാഷണങ്ങൾ അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ഒരു മിനിറ്റ് പോലും ഞങ്ങളങ്ങനെ സംസാരമില്ലെങ്കിലും അതിലായിട്ട് അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരു വളരെ ധാരാളം അർത്ഥങ്ങൾ അതിലൂടെ ഞങ്ങളുടെ സംഭാഷണത്തിൽ കടന്നു ചെല്ലുന്നുണ്ട്. പിന്നെ മമ്മിയാണെങ്കിലും മമ്മി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ മമ്മീനെ പച്ചക്കിളി എന്നാണ് വിളിക്കുന്നത്. അപ്പം മമ്മി ഭയങ്കര ഞങ്ങളോട് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് എന്നാണ്ട് കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്നേഹമാണ്. മമ്മിയും ഡാഡിയും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം ആണ്. എൻ്റെ പേര് ബിൽവിൻ. ഞാൻ ബേവിൻ്റെ മൂത്ത ബ്രദറാണ്. ഞാൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. ഞാനിപ്പം 4th ഇയർ ആണ്. എനിക്ക് പറയാനുള്ളത് മമ്മിയും ഡാഡീനെ പറ്റി കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഡാഡി, മമ്മി ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് എനിക്ക്. പ്രാർത്ഥനേൻ്റെ അകത്ത്, പ്രയറിൻ്റെ അകത്തെല്ലാം എനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കിട്ടി മമ്മിയും ഡാഡിയുടെ ഇത്. ഞാൻ ശരിക്കും കാനഡയിലാണ് ജനിച്ചതെല്ലാം. അവിടെ I was born and raised there. And every year during our summer vacation, me and my brothers will come here to Kerala. എൻ്റെ മമ്മിയും ഡാഡീനെ കാണുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ഒരു സന്തോഷമുണ്ട്. ഡാഡീനെ പറയാനായിട്ട് ഡാഡി എപ്പോഴും പള്ളിയിൽ പോവും. എവറി ഡേ ഡാഡി മോർണിംഗിൽ പള്ളിയിൽ പോവും. ഹലോ, എൻ്റെ പേര് ആര്യ ട്രീസ ടോണി. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ 6th ഗ്രാൻഡ് ചൈൽഡാണ് ഔട്ട് ഓഫ് 8. മമ്മിയുടെ പേരുള്ള ആകെയുള്ള കുട്ടിയും കൂടിയാണ്. മമ്മീനെയും ഡാഡീനെയും പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മൊത്തം ഞാൻ പഠിച്ചു വളർന്നതൊക്കെ പുറത്താണ്. ഇപ്പോൾ കോളേജിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സമ്മർ വെക്കേഷന് വരുമ്പോഴത്തേക്ക് മമ്മി കുറേ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നതാണ് ഓർമ്മയുള്ളത്. നമുക്ക് അവിടെ വെച്ച് കഴിക്കാനും പിന്നെ തിരിച്ച് ദുബൈക്ക് പോകുമ്പോൾ പാക്ക് ചെയ്ത് വിടുന്ന കുറേ ഉണ്ടാവും. ഇങ്ങനെ അടയും കുറേ അവലോസുണ്ടയും പിന്നെ ചക്ക മമ്മി ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കും, ഫ്രീസ് ചെയ്ത് വെക്കും, ഞങ്ങൾക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയായിട്ട് വെക്കും. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ മമ്മി ഇതൊക്കെ റെഡിയാക്കി വെക്കും. ഡാഡീനെ പറ്റി പറയുമ്പോൾ ഡാഡിയുടെ ഡിസിപ്ലിൻ ആയിരിക്കും, ഭയങ്കര ഡിസിപ്ലിനാണ് ഡാഡിക്ക്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആവും. രാവിലെ ഡാഡി
ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ഡാഡിയുടെ എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ പള്ളിയിൽ പോയി തിരിച്ച് വരുമ്പോൾ ഡാഡിയും മമ്മിയും അവിടെ ഒരു ചായയൊക്കെ കുടിച്ചിരിപ്പുണ്ടാവും. പിന്നെ വൈകുന്നേരം ഡാഡി നടക്കാൻ ഇറങ്ങുന്നതും അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര സ്വന്തം ഹെൽത്തും ഒരു ലൈഫിലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇച്ചിരി ഇൻസ്പയർഡ് ആവും. പാറോപ്പടി സെന്റ് ആന്റണീസ് ഫൊറോന ഇടവകയുടെ വികാരി ഫാദർ സൈമൺ കിഴക്കേക്കുന്നേൽ ഒരു നല്ല ഇടയൻ, ആടുകളുടെ മനസ്സറിയുന്നവൻ, ആടുകളുടെ ഒപ്പമായിരിക്കുന്നവൻ, ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമായി തീർന്ന ഒരു നല്ല നായകൻ. ആ അച്ഛൻ ഈ എലവനാൽ കുടുംബത്തിൻ്റെ നന്മയിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ നോക്കുന്ന മക്കള്, ചെറുമക്കള്, മാതാപിതാക്കളിൽ നിന്നും അവർ പങ്കുവെച്ച് നൽകുന്ന നല്ല കാര്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മക്കളായ ഞങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളും അവരുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ചെയ്ത വലിയ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് നന്ദിയോടുകൂടെ അവരെ പരിപാലിക്കുവാനും നോക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് അതെല്ലാ മക്കൾക്കും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ മക്കളെല്ലാവരും വിദൂര സ്ഥലങ്ങളിൽ ജോലിക്കോ പഠനത്തിനുമൊക്കെയായി മാറിപ്പോവുകയും ഇന്ന് പേരൻസും ഗ്രാൻഡ് പേരൻസും ഒറ്റയ്ക്ക് ഭവനങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നത്. അതിനെ നമുക്ക് ഒരു തരത്തിൽ മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. എങ്കിൽ പോലും എത്ര വിദൂരങ്ങളിലായിരുന്നാലും ശരി എൻ്റെ മാതാപിതാക്കളെയും അവരുടെ ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ അറിയുവാനും വിളിക്കുവാനും അവർ സംസാരിക്കുവാനും ഒക്കെ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടുപേർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു നല്ല കുടുംബമായിട്ട് നമുക്ക് ഈ തോമസ് ഇലവനാൽ കുടുംബത്തെ നമുക്ക് പ്രത്യേകം കാണാം. ഇവരുടെ ജീവിത മാതൃക മറ്റുള്ളവർക്കും ഒരു ജീവിത മാതൃകയായി തീരട്ടെ. ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെക്കാളും കൂടുതൽ മനോഹരമായി നന്നായി കുടുംബജീവിതം നയിക്കുന്ന അവരുടെ ഒരു പ്രതീകമായിട്ട് ഒരിക്കൽ കൂടി ഇവരെ മുമ്പിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും തുടർന്നും അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വഴിക്ക് പോകും. തൻകാര്യവും അഹന്തയുമെല്ലാം മാറി നിൽക്കും. എളിമയുള്ളവർ ഉയർത്തപ്പെടും എന്ന സുവിശേഷ സത്യത്തിന് സാക്ഷ്യപത്രമായി ഈ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം സമൂഹത്തിന് മാതൃകയായി എന്നും പ്രശോഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചെറുപ്പക്കാരായ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല സന്ദേശം താമരശ്ശേരി രൂപതയുടെ മെത്രാൻ അഭിവന്യ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവ് നൽകുന്നത് ഇപ്പോൾ കേൾക്കാം. 10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക. 10 കൽപ്പനകൾ കൃത്യതയോടുകൂടെ പാലിച്ചാൽ മത്തായിയുടെ സുവിശേഷം 5:48 അന്വർത്ഥമാക്കാം. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമുക്ക് പരിപൂർണതയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, വിശുദ്ധിയിലേക്ക് എത്തണമെങ്കിൽ 4ാമത്തെ കൽപ്പന നാം കൃത്യതയോടുകൂടി പാലിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന്. ബഹുമാനിക്കുക എന്നാൽ അവരെ സ്നേഹിക്കുക എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മുടെ ഏറ്റവും വലിയ കടമകളിൽ ഒന്നാണ് അതൊരു കൽപ്പനയായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. അത് നിസ്സാരമായിട്ട് ഈ കൽപ്പനകളിൽ ഒന്നുപോലും ലംഘിക്കരുതെന്ന് എത്രയോ കൃത്യതയോടുകൂടി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ കൽപ്പന കൃത്യതയോടുകൂടി പാലിക്കാൻ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധരാകാൻ ഈശോ പറഞ്ഞ വഴിയെ സഞ്ചരിക്കാൻ സാധിക്കൂ. മാതാപിതാക്കൾക്ക് അവരെ ശുശ്രൂഷിക്കുക, അവരെ ചേർത്ത് നിർത്തുക, ആവശ്യമായ പരിചരണം അവർക്ക് നൽകുക.
നമുക്ക് ആ കൽപ്പന കൃത്യതയോടുകൂടി പാലിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിമന്യ പിതാവ് എലവനാൽ പിതാവിന് തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സുവർണ ജൂബിലിയുടെ സമാപനം കുറിക്കുന്ന ദിവസമാണിന്ന്. പിതാവിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേരുകയാണ്. ഇന്നേ ദിവസം തന്നെ പിതാവിന് ഞങ്ങളുടെ ഒപ്പം വരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും 25 വർഷം വിവാഹ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തിയാകുന്ന ദിവസം കൂടിയാണിന്ന്. അതുപോലെ തന്നെ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവർ ഈ ജനുവരി 9-10 ദിവസങ്ങളിൽ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്, അവരുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. അവർ 56 വർഷം വിവാഹ ജീവിതത്തിൻ്റെ 56 വർഷം പൂർത്തിയാകുകയാണ്. അപ്പം ഈ ഒരു നിമിഷം ഞങ്ങളുടെ ആ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കേക്ക് മുറിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമായി ഞങ്ങൾ ഈ കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. തോമസ് ഇലവനാൽ പിതാവിൻ്റെ അനുഗ്രഹീത സാന്നിധ്യം ഈ കുടുംബത്തെ ആഘോഷങ്ങളുടെ വേദിയാക്കി മാറ്റി. പിതാവിൻ്റെ വാക്കുകളും അനുഗ്രഹാശിസ്സുകളുമെല്ലാം ഇവരുടെ കുടുംബജീവിതത്തിൽ നവചൈതന്യം വാരിവിതറി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കും ഈ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പാടിയ ഒരു പാട്ട്, ഈശോ മറിയ യൗസേപ്പെ ഈ വീടിന് തുണയായിരിക്കണമേ. അക്ഷരാർത്ഥത്തിൽ ഒരു തിരുക്കുടുംബമാണിത്. നസ്രസിലെ തിരുക്കുടുംബം സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ദൈവാശ്രയ ബോധത്തിൻ്റെ എന്തൊരു അനുഗ്രഹപ്രദമായ സാഹചര്യം ഈ കുടുംബത്തിൽ. അതാണ് കാണുന്നത്. ഈ മാതാപിതാക്കന്മാർ ദൈവം ഏൽപ്പിച്ച മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തി ഉപദേശിച്ചല്ല, ജീവിതം വഴി കാണിച്ചു കൊടുത്തു. മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം. നല്ലൊരു ഡോക്ടർ, ഹോമിയോ ഡോക്ടറായി മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ച റിട്ടയേർഡ് ആയിട്ടുള്ള പിതാവ് ജീവിതത്തിൽ യോഗ ചെയ്യാനും അതോടൊപ്പം തന്നെ തനിക്ക് നൽകിയപ്പെട്ട ജീവിത പങ്കാളിയോടൊപ്പം ഒരിക്കലും ഒരു പിണക്കമില്ലാതെ സ്നേഹിക്കാൻ മാത്രം പരസ്പരം കൊടുക്കുന്ന, മനസ്സിലാക്കുന്ന അനുഭവം. ഇതല്ലേ സ്വർഗം. കൊച്ചുമക്കൾക്ക് റോൾ മോഡൽ, ഇൻസ്പിറേഷൻ അത് നൽകുന്ന ഈ 2 മാതാപിതാക്കൾക്കും മക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹസമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ദൈവം ഇറങ്ങി വസിക്കുന്ന നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി DC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 9747775370.